സ്വാഗതം സയന ടാരോ കാർഡ് റീഡിലേക്ക്. താങ്കൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്കൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് സയന ടാരോ കാർഡ് റീഡിലേക്ക് തുടങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചോദിക്കുന്നത് എന്ത് സന്ദേശമാണ് ഉറങ്ങുന്നതിന് മുമ്പ് നാം അറിയേണ്ടതെന്നുള്ളതാണ്. മലയാളം ഒറക്കൽ കാർഡുകളാണ്. അപ്പോൾ ഈ കാർഡുകൾ മൂന്നും തുറന്നു വെച്ചിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ വിദ്യാദേവി, രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കാളിദേവി എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് മഹാകാളി ദേവി എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തെ കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും പഠനം പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുന്നത് മക്കളെ പഠിപ്പിക്കുന്ന ഒരു പഠനത്തിൻ്റെയാണ്. ഏത് സ്റ്റേജിലുള്ള ആളാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠനം തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെല്ലാം ഒരു പാഠമായിട്ട് കാണുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു ബുക്കാണ്. അതിൽ ഓരോരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ചില ചാപ്റ്റേഴ്സ് നല്ലതായിരിക്കും, ചില ചാപ്റ്റേഴ്സ് വേദനാജനകമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതം എന്നത്. അത് പുരോഗമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ രണ്ട് കാർഡുകളും ഏകദേശം സമാനമായിട്ടാണ് എന്നുള്ളത്. ഒന്ന് കാളിദേവി എന്നും രണ്ട് മഹാകാളി ദേവി എന്നുള്ളത്. കാളിദേവി എന്ന് പറയുന്നതിൽ ഉള്ള സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഹന്ത, അതായത് ഈഗോയുടെ തല വെട്ടിക്കളയുക എന്നുള്ളതാണ്. എങ്ങനെയാണോ കാളിദേവി തല വെട്ടിക്കളയുന്നത്, അതേമാതിരി ഞാനെന്ന ഭാവം, നമ്മളുള്ള ഈഗോ, ഞാൻ ഇതാണ് എന്നുള്ളത് തല വെട്ടിക്കളയുക എന്നാണ് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇന്നൊന്ന് ആലോചിക്കുക, ഏത് കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്, അതെൻ്റെ അഹങ്കാരമാണോ ഈഗോ ആണോ എന്ന് ചോദിച്ചു നോക്കുക. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിക്കളയുക എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് മഹാകാളി ദേവി എന്നുള്ള കാർഡാണ് പറയുന്നത്. അപ്പോൾ ഇതും നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ ലക്ഷ്യം നേടാൻ തടസ്സങ്ങളിൽ നിന്ന് മോചിതരാവുക എന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരാണോ എന്നാണ് ഈ കാർഡ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ തടസ്സം മാറ്റണം. നമുക്കറിയാം എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതൊരു സാധാരണ അറിയാമല്ലോ, ഒരു പാർവ്വതീദേവിയാണ് ഇങ്ങനെ കാളിയായി മാറുന്നത്. അപ്പോൾ അതേമാതിരി പ്രതിസന്ധികൾ വരുമ്പോൾ അതിനനുസരിച്ച് വളരാനും അത് തട്ടി മാറ്റാനും ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ടാസ്ക് എന്ത് 3 ലക്ഷ്യങ്ങളാണ് നിങ്ങളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതിലെന്ത് പാഠങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് അഹങ്കാരമാണ് നിങ്ങളതിലേക്ക് തടയുന്നത്, 3 അതിനെങ്ങനെ വെട്ടിമാറ്റാം എന്ന് കമൻറ്റ് ചെയ്താൽ എനിക്കും അറിയാമായിരുന്നു എന്താണെന്നുള്ളത്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഡിയേഴ്സ്. ഇത് ചെയ്തിട്ടേ ഇന്ന് ഉറങ്ങാൻ പാടുള്ളൂ. താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ രാവിലെ കാണാം.